ഹമാസ് ആയുധം താഴെ വയ്ക്കുന്നില്ല. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊന്നും കാണുന്നില്ല. ഏറ്റവും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് നെതന്യാഹു കാണുന്നത് ഗാസ അതിവേഗം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് പല രാജ്യങ്ങളും വരുന്നു. ജർമ്മനി ഇസ്രായേലിനുള്ള ആയുധം നൽകുന്നത് നിർത്തിവെക്കുന്നു. ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നടപടികളുമൊക്കെ നടക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കുന്നില്ല ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ഒരു വശത്ത് കേൾക്കുന്നുണ്ട്, നെതന്യാഹുവിൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട് അധികാരത്തിൽ തുടരാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നു. അതും പറയുന്നുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പോൾ ഈ ഹമാസ് ആണെങ്കിൽ തീർത്തും ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക ആയുധം താഴെ വയ്ക്കുന്ന നിലപാടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യുദ്ധം ഈ അടുത്തെങ്ങാനും തീരാനുള്ള സാധ്യതയുണ്ടോ? യുദ്ധം തീർന്നേ മതിയാവും. പക്ഷേ ഇവിടെ കാരണം നമ്മുടെ ലോക മനസാക്ഷിയുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ ഇത് കഷ്ടപ്പാടുകളും. ഒരു കാര്യം ഉറപ്പാണ്, പാലസ്തീൻ എന്നുള്ള ഒരു രാജ്യം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനി ഈ ഗാസ പിടിച്ചെടുക്കാതെ, പൂർണ്ണമായും പിടിച്ചെടുക്കാതെയും ഗാസയുടെ നിയന്ത്രണം ഗാസ മുൻപ് ഇനി ഉണ്ടാകില്ല. അത് പാലസ്തീൻ്റെ അധീനതയിൽ ഉണ്ടാവില്ലെന്ന കാര്യത്തിൽ നെതന്യാഹു ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 75% ഗാസയുടെ നിയന്ത്രണം, 75% സ്ഥലത്തിൻ്റെയും നമ്മൾ ഗാസ സിറ്റിയിലെ കുറേ ഭാഗങ്ങളും പിന്നെ ഈ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രദേശം ഒഴികെയുള്ള സ്ഥലങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും. ഹമാസിനെ തീർക്കുകയും ഗാസ പിടിച്ചടക്കുകയും ചെയ്യാതെ ഇനിയും യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ലെന്നാണ് നെതന്യാഹു പറയുന്നത്. അറിയാം നമുക്ക്, ഹമാസാണ് കയറി ചൊറിഞ്ഞത്. ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ ആരംഭം തന്നെ നമ്മൾ ഇസ്രായേലിനെ ലോകരാഷ്ട്രങ്ങൾ പലതും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഇസ്രായേലിനെ നമ്മൾ വിമർശിക്കുമ്പോഴും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേൽ പിന്മാറണമെന്ന് പലരും പറയുമ്പോഴും ഒക്കെ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ശബ്ദം ഉയരുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും വിട്ടുപോകരുതാത്തതും ഒരു കാര്യമാണ് ഈ ഹമാസിൻ്റെ കയറിയുള്ള ആക്രമണം എന്ന് പറയുന്നത്. നൂറുകണക്കിന് മിസൈലുകൾ അയച്ചുകൊണ്ട് നിരവധി പേരെ വകവരുത്തിക്കൊണ്ട് ഹമാസ് ഒരു ആക്രമണം നടത്തുകയായിരുന്നു. അങ്ങനെ ആ ആക്രമണത്തിൻ്റെ തുടർച്ചയാണ് ഈ നിൽക്കുന്ന യുദ്ധം എന്ന് നമ്മൾ മറന്നുകൂടാ എന്നുള്ളതാണ്. ഇപ്പം അമേരിക്കയുടെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ടാണ് നെതന്യാഹു വന്നത്. അമേരിക്കയുടെ എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ തന്നെ അവിടുത്തെ പ്രതിരോധ മേധാവി എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിനോട് പറഞ്ഞത്. കാരണം ബന്ദികളുണ്ട്, ബന്ദികളായി പിടിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജീവൻ സുരക്ഷിതത്വമില്ലെന്നും എന്തു വന്നാലും ബന്ദികളെ വധിക്കുമെന്ന് ഹമാസ് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനകത്ത് നിന്നൊരു സമ്മർദ്ദം രൂപപ്പെട്ടു വരുന്നുണ്ട്. കാരണം ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അങ്ങനെയുള്ളവർ, അതുപോലെ തന്നെ ഈ പ്രതിരോധ വകുപ്പ് എന്ന് പറയുന്നത്, പ്രതിരോധ വകുപ്പ് മേധാവി എന്ന് പറയുന്നത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ യുദ്ധം അനിശ്ചിതമായി നീട്ടിക്കൊണ്ട് പോയാൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അറിയുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന പിന്തുണ കുറയുന്നത്. ഇപ്പം ജർമ്മനിയൊക്കെ ആയുധം പറഞ്ഞത് ശരിയാണ്, ജർമ്മനിയൊക്കെ ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ഇസ്രായേലിനെ പറ്റി ലോകമാകെ ഈ ഒരു എന്ന് പറയുമ്പോഴും നമ്മൾ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിച്ച പീഡനങ്ങളും ഇത് നമുക്ക് മറക്കാൻ കഴിയില്ലെന്നൊരു വസ്തുത നിലനിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ടവരാണ്. ഇന്ത്യയാണ് ഈ യൂതന്മാർക്ക് അഭയം കൊടുത്ത രാജ്യങ്ങളിലൊന്ന്, അവരെ സേഫായിട്ട് അവരെ സൂക്ഷിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമേറെ സഹിച്ച ഒരു ജനതയാണ് അവർ. അവരുടേതായ പിതൃഭൂമി എന്ന് അവർ കരുതുന്ന ഒരു സ്ഥലത്തേക്ക് അവരൊരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക. ഇതിനകത്ത് അവരുടെ ഭാഗത്ത് കുറേ ന്യായങ്ങളുണ്ട്. അവർക്കവിടെ ജീവിക്കണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹമാസിനെ പോലെയുള്ള തീവ്രവാദി സംഘടന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹമാസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഇത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. പാലസ്തീനെ ഇസ്രയേലും അംഗീകരിച്ച് കഴിഞ്ഞല്ലോ, ഒരു ഔപചാരികമായി അംഗീകരിച്ചു എന്നുള്ളതിനേക്കാളുപരി, അല്ലെങ്കിൽ നയതന്ത്ര ബന്ധമുണ്ട് എന്ന് പറയുന്നതിനേക്കാളുപരി ഈ പാലസ്തീൻ രാഷ്ട്രമെന്ന് പറയുന്നത് ഇനി യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അതിർത്തി വിസ്തൃതമാക്കുക എന്ന നിലയിൽ പാലസ്തീനും ഇസ്രയേലും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് എന്നും യുദ്ധത്തിലേക്ക് കലാശിക്കത്തുള്ളൂ. ഇവിടെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഒരു തുരുത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലുതാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ എങ്ങനെ ഇത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഉറപ്പില്ല. ഗാസയിൽ നമ്മൾ ഒരുപക്ഷെ അതിശയോക്തി അല്ലെന്ന് വേണം കരുതാൻ. ഗാസയിലെ പട്ടിണിയും ആഹാരം കാത്തു നിൽക്കുന്നവർക്ക് നേരെ നിൽക്കുന്ന വെടിവയ്പ്പും ഒക്കെ ഒരു ചർച്ചയായി വരുന്നുണ്ട്. ലോകത്തിന് മുമ്പിലുണ്ട് ഇതിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊന്നും വെറുതെ പറയുന്നതാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു മനസ്സിലേക്ക് നെതന്യാഹു അടക്കമുള്ളവർ മാറിയെങ്കിലേ പറ്റത്തുള്ളൂ ഇത് അവസാനിപ്പിക്കുന്നതിന്. എന്തായാലും ഈ ഗാസ പിടിച്ചടക്കാതെയും
ഈ ഹമാസിനെ തീർക്കാതെയും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതാണ് ലാസ്റ്റ് വാർ, ഇതാണ് അവസാന യുദ്ധം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. അതായത് ഒരു ഘട്ടത്തിൽ ബന്ദികളുടെ കാര്യത്തിൽ പോലും സംശയം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ബന്ദികളെ ഹമാസ് വിട്ടുതരും, ഹമാസുകളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആളുകളാണ് അവർ പലപ്പോഴായിട്ട് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ആ ബന്ദികളുടെ കാര്യത്തിൽ പോലും ഇനി ഒരു തീരുമാനം ഇല്ല, ഇനി ഇവരെ അടിച്ചു തന്നെ ആകണം, ഇനി ഇവരില്ലാതെ തന്നെ ആകണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് നെതന്യാഹു പോകുന്നത്. സാർ പറഞ്ഞതുപോലെ ഈ ഒരു രാഷ്ട്രത്തിൻ്റെ ആവിർഭാവം മുതൽ ഇവർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക, അതല്ലാതെ അവർക്ക് മറ്റു വഴികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പറയുമ്പോഴും അവർക്ക് പറയുമ്പോഴും അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് നെതന്യാഹു പോകുമ്പോൾ ഇത് മുച്ചൂടും മുടിച്ച് തന്നെ ആകണമെന്നുള്ളൊരു ചിന്തയാണല്ലോ. ഈ ഒരു രീതി എന്ന് പറയുന്നത് പിടിച്ചു നിർത്താൻ ആർക്കും ഇനി അതായത് ഇതിനൊരു തടയിടാൻ കഴിയില്ലേ? നൊബേൽ പ്രൈസ് മോഹിച്ചിട്ടാണെങ്കിൽ പോലും ട്രംപ് ഇതിലിറങ്ങി കളിക്കേണ്ടതാണ്. നൊബേൽ പ്രൈസ് കിട്ടട്ടെ എന്നുള്ളത് നെതന്യാഹുവും പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ പറയുന്ന നെതന്യാഹു ഇതിൽ ഇറങ്ങി കളിക്കുകയാണ്. ഇതൊരു അന്ത്യശാസനം പോലെയാണ്. ഇനി അവരെ ഫിനിഷ് ചെയ്ത് തന്നെ ആകുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ട്രംപിന് മാനക്കേടാവില്ലേ? തീർച്ചയായിട്ടും ട്രംപിന് മാനക്കേട് എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ലോക സമാധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ട്രംപ് ഇപ്പം പലയിടത്തും മാനം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ചൈനയ്ക്ക് നേരെ ഇരട്ടി ചുങ്കം വെച്ച് 245% ചുങ്കം വരുന്നത് പെട്ടെന്ന് കുറയ്ക്കേണ്ടി വന്നു. ഇന്ത്യക്ക് നേരെ പ്രഖ്യാപിച്ച ചുങ്കം പിൻവലിക്കപ്പെടേണ്ടി വരും ട്രംപിന് എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മളതിനെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് പലയിടത്തും നാണം കിടുന്നുണ്ട്. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ബേസിക്കായിട്ട് കച്ചവടക്കാരനാണല്ലോ, ആയുധ കച്ചവടമാണല്ലോ. ഇപ്പോൾ ഇസ്രായേൽ അവരുടെ ഒരു വലിയ ഇവിടെയാണ്. അങ്ങനെ അതുകൊണ്ട് അത് പിന്നെ ട്രംപിൻ്റെ സുരക്ഷയോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇതോ അല്ല നമ്മുടെ പ്രശ്നം. പിന്നെ ഇസ്രായേലും പാകിസ്ഥാനും ഒക്കെ ആണല്ലോ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഭീകര രാഷ്ട്രവും ഒരു ഭീകരതയോട് പൊരുതുന്ന രാഷ്ട്രവുമാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്നതുപോലെ അവിടെ ട്രംപ് അല്ല വിഷയം. ട്രംപിനെ അനുസരിച്ചിട്ടില്ലെങ്കിലും നെതന്യാഹു തീർച്ചയായിട്ടും ഇങ്ങനെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നെതന്യാഹു നിലപാട് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെ അതാണല്ലോ അവസാന യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇത് അവസാനിക്കുക, ഒന്നുകിൽ ഭീകരത അവസാനിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് വിഷയം. സ്വന്തം ജനതയും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടാലും ഇത് ഒരു വികാരമായി അവർ നിൽക്കുന്നിടത്തോളം കാലം, തങ്ങളുടെ പിതൃഭൂമി വിട്ടുകൊടുക്കില്ല എന്നൊരു വികാരമായി അവർ നിൽക്കുന്നിടത്തോളം കാലം ഇനിയിപ്പോൾ ഗാസ പിടിച്ചെടുത്തല്ലാതെ ഇസ്രായേൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല.